ഹലോ ഹലോ. ഹലോ. നീ എവിടെയുള്ളത്? മോനെ ഞാൻ ഷോപ്പിലാ ഉള്ളേ. തിരക്കാ? നല്ല തിരക്കാ. ഏ, ഉം. എനിക്കൊരു അർജന്റ് കാര്യമുണ്ട്, എന്നോട് പറയേ. അർജന്റ് കാര്യാ? ഉം. അതെന്ത് കാര്യാ അർജന്റ് എന്നാ? നിന്നോട് നേരിട്ട് പറയേണ്ടതാണ്. അയ്യോ, നേരിട്ട് പറയാൻ ഇന്നെന്തായാലും നടക്കൂല. ഞാൻ എനിക്ക് വരാൻ പറ്റൂല ഇന്ന്. അല്ല, നേരിട്ട് ഞാൻ എവിടെയാ വരണ്ടേ? ഞാനേ ആ, ഇവിടെ വീട്ടിൽ വരണ്ട. പിന്നെ എവിടെ? എവിടെയെങ്കിലും കാണാൻ പറ്റിയ സ്ഥലത്ത് നീ ഒന്ന് വരുമോ? ഇന്ന് അനങ്ങാൻ പറ്റൂല. ഇന്ന് ഞാന് എന്നാ എന്തായാലും. ഞാൻ ഫോണിലേക്ക് കൂടി പറയാം, നീ നാളെ വരുമോ? ഏതാ? ഫോണിലേക്ക് കൂടി ഞാനിപ്പോ കാര്യം പറയാ, നീ നാളെ വരുമോന്ന്? നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നീ കാര്യം എന്നാ അത്ര അർജന്റ് എന്നാ ഫോണിലൂടെ? ഞാൻ വെച്ച് നീ മുട്ടി വിളിക്കുന്നതാണ്. നീ കാര്യം പറ. ഫോണിലൂടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. മുട്ടായിട്ടൊന്നുമല്ല. എന്നാ ഫോണിലൂടെ പറയാനുള്ളത് പറ. ആ, പറ. പിന്നെ ഞാനിനി അന്ന് ഞാൻ ഇക്കാന്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? ഇക്കാന്റെ ഇക്കാന്റെ ആ എന്ത് കാര്യം? ഓർമ്മയുണ്ട എനിക്ക്? ഞാൻ ഇല്ല. അന്ന് ആ ഒരു ഇക്ക ഒരു പെണ്ണുമായിട്ട് എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ആ അത് മുമ്പ് പറഞ്ഞല്ലേ? ആ, അത് നിന്റെ അത് തോന്നലല്ലേ? തോന്നലൊന്നുമില്ല, ഞാൻ ആ പറയുന്ന കേക്ക്. ആ പറ. അപ്പൊ ഇന്ന് ഞാൻ ഇക്കാന്റെ ഫോണിലില്ലേ ഉം. പെണ്ണും ഒക്കെയും കൂടി കളിക്കുന്നത് കണ്ട് വീഡിയോ. ഈ പെണ്ണും കൂടി കളിക്കുന്ന വീഡിയോ? അതെങ്ങനെ? അത് അവള് പിടിച്ചാന്ന് എങ്ങനെയാന്ന് എനിക്കറിയില്ല, ആ എങ്ങനെയാന്ന് പറഞ്ഞിരുന്നു. ഇക്കാന്റെ ഫോണിലുണ്ടോ? ഏ നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, അത് സീനാവൂലേ? എങ്ങനെയാന്ന് എനിക്കറിയണ്ടേ? ഇക്ക തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചാണോ? അറിയില്ല. അല്ല, നീ ഇങ്ങനെ അനക്ക് നീ എന്റെ ഫോണിലേക്ക് എടുത്താത്? അത് നല്ല സുന്ദരി പെണ്ണു, എനിക്ക് അവളുമായിട്ട് ഭയങ്കര കളിയുന്നു. നിന്നോട് ആദ്യം പറഞ്ഞിട്ടില്ല എന്തോ ഇടപാടിന്റെ പുള്ളിക്ക്, അതുകൊണ്ടാണ് നിന്നെ അത്ര താല്പര്യമില്ലാതെന്ന്. അല്ല, നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ നേരിട്ട് കണ്ട്. ആ അതാ പറഞ്ഞു. ഞാനപ്പോഴേ എന്നാണെന്നാ ചെയ്യാ? നീ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, ഒന്നും ചെയ്യൊന്നും വേണ്ട. നിനക്കെന്താ? എനിക്ക് ഞാനില്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. എനിക്കാണെങ്കിൽ തിരക്കും. അല്ല, ഇനിയിപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ കാണാനാണോ? ഇപ്പൊ എവിടെയുള്ള പെണ്ണാണല്ലോ അറിയോ? അതൊന്നും എനക്കറിയില്ല. ഇക്കാക്ക് നല്ല കളിയെല്ലാം അറിയാം കേട്ടാ. ആഹാ. അല്ല, ഞാൻ ചോദിക്കില്ല. ഇക്കാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവം ഉണ്ട് അതിനകത്ത്. കൊറേ സംഭവമുണ്ട്. ആ ആ അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഇക്കയോട് ചോദിക്കണം. നീ ഇപ്പൊ വേണ്ടത് ഇക്കാന്റെ അടുത്ത് ചോദിക്കാനൊന്നും നിക്കണ്ട. ഉള്ളതും ഇല്ലാണ്ടാക്കണ്ട. ഇത് അല്ല, പറയാം. ഇപ്പൊ ഇക്കൊന്നും ഇക്കാനോട് വരില്ല. അത് ചോദിക്കുമ്പോ നിന്നെ മുമ്പ് സംശയമുള്ളൊക്കെ നിന്നോട് ചോദിക്കൂലേ? എന്റേത് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അല്ല, കണ്ടിട്ടില്ല. ഇപ്പൊ നിനക്ക് നല്ലൊരു അവസരം ആക്കിയിട്ട് അവിടെ സൂക്ഷിച്ചു വെക്ക്. എപ്പോഴെങ്കിലും ഒക്കെ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ നേരം നിനക്കിത് എടുത്ത് കാണിച്ചാലോ? അങ്ങനെ ചെയ്യാല്ലേ? അപ്പൊ നീ നാളെ വരുമോ? നാളെ ഞാൻ വരാം. എത്ര മണിക്ക്? എവിടെ വരണം? അത് ഞാൻ പറയാം. നല്ലൊരു കാര്യം ചെയ്യും. നാളെ വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ, നമുക്ക് എവിടെയെങ്കിലും പോവുകയും ചെയ്യാന്നാൽ. എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ? ഷോപ്പിൽ വരാനാ? ചിലപ്പോ നാളെ തിരക്കുണ്ടെങ്കിൽ ജോലിക്കാരൊക്കെയുണ്ടാവില്ലേ നമുക്ക്? എനിക്ക് തിരക്കപ്പോ ചെയ്യാം. ഞാൻ നിന്റെ കൂടെ ഇങ്ങ് വരാം. നമുക്ക് വണ്ടി എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. ഞാന് നോക്കട്ടെ. ഇനി ഇതെല്ലാം കണ്ടിട്ട് നോക്കുമ്പോ എനക്ക് അല്ലല്ലോ, ഇതെല്ലാം കണ്ടോണ്ടിപ്പോ കുറച്ചും കൂടി ധൈര്യമായിരുന്നല്ലേ? അല്ലേ, എനിക്ക് എന്തായാലും സത്യസന്ധനെന്നല്ല ഇങ്ങനെയൊക്കെ ആയല്ലോ. പുള്ളിയും നല്ല കളിക്കാരനാണെന്ന് മനസ്സിലായി. അല്ല, ഇക്കപ്പന്നെ പറ്റിക്കിടല്ലേ? നല്ല മാതിരി കളിയെല്ലാം അറിയുന്ന ഇക്ക
നിന്റെ അടുത്ത് നിന്റെ അടുത്തൊന്നും അറിയാതെ പോലെ കളിച്ചതായിരിക്കും. ഞാൻ ശരിയാക്കി കൊടുക്കാം. അത് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ, എപ്പോഴും ഒരേ സ്ഥലത്തുനിന്ന് എന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊന്ന് ഹോട്ടലിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുക, അങ്ങനെ വിളിക്കുന്നതായിരിക്കും. അത് വിട്. ഇതിനകത്തൊന്നും കയറി അപ്പൊ പിടിക്കാം. നിനക്ക് അങ്ങനെ തോന്നലുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല, പക്ഷെ അതല്ലല്ലോ അവസ്ഥ. ചെറിയ ആൾക്കാർ അങ്ങനെ ആയിരിക്കും. ഇതേ കൂട്ട് നാട്ടിലുള്ള തന്നെയാണല്ലോ ഗൾഫിലുള്ളതാണോ ഇപ്പൊ? അതൊന്നും എനക്കറിയില്ല. അല്ല, അത് ലിക്കാക്ക് മാത്രമേ അറിയൂ. മലയാളിനെ പോലെ ഉണ്ടല്ലോ നീ പറഞ്ഞ മറ്റേ ഫിലിപ്പീൻ അതാണോന്നും അറിയില്ല. അതല്ലേ നിന്നെ കാണിച്ചിരുന്ന എനിക്കറിയില്ലല്ലോ. ഫിലിപ്പീൻസിന്റെ മുഖം ഏതാണ്ട് നമ്മുടെ നേപ്പാളിന്റെ മുഖം പോലെ, ചൈനീസിന്റെ മുഖം പോലെ ചപ്പിയ മുഖം പോലെ ആയിരിക്കൂലേ? ചപ്പാത്തിയാണെന്ന് ഞാൻ നോക്കട്ടെ. നീ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ലേ? ഞാൻ ഇക്ക് കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. കളി മാത്രം എങ്ങനെയുണ്ട് കാണാൻ? എനിക്ക് കളി കണ്ടിട്ട് എനിക്ക് അതല്ല, നാളെ ഇത് കണ്ടിട്ട് എനിക്ക് വല്ലതും തോന്നുന്നു. എനിക്ക് കളിക്കാൻ വല്ല ഇൻട്രസ്റ്റ് തോന്നുന്നു ഇത് കണ്ടിട്ട്. എന്തായാലും നിന്റെ കളിക്കുന്നല്ലേ ആണല്ലേ? അതിന്റെ ഏതായാലും നിനക്ക് അഭിമാനിക്കാം. അപ്പൊ ഇത് തേച്ച് കളിച്ചിട്ട് പെണ്ണിന്റെ വെച്ച് കളിക്കണല്ലേ? അവിടെ കളിച്ച് തളർന്നിട്ടാകുമ്പോൾ ഒരിക്കൽ നിന്റെ അടുത്ത് വന്നിട്ട് ഒരു കളി നടത്തുന്നു. പിന്നെ ഒന്ന് ബോധിപ്പിക്കും. അല്ല, അപ്പൊ എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. അതോടെ പുറത്തു കൊണ്ടിരുന്നുണ്ടാവും. നിന്നോട് താല്പര്യമില്ലാത്തതാണ്. താല്പര്യമുള്ളതാണെങ്കിൽ ഒരിക്കലും പുറത്തു പോയില്ല, വീട്ടിൽ തന്നെ കളിക്കൂലേ? പിന്നെ നീ പറഞ്ഞോളെ, എനിക്ക് പഠിക്കാനില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ധൈര്യം. ഇനിയിപ്പോ നീ ഇത് പോയി ചോദിച്ചാല് അതങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനല്ലാന്ന് ചിലപ്പോൾ പറഞ്ഞാൽ അന്നേരം പിന്നെ അതൊക്കെ വിഷയമാവും. മിണ്ടാണ്ടിരിക്കുന്നില്ല. അധികം പുറത്ത് വരുന്ന ആളല്ലേ, പിന്നെ നമ്മളെ വീട്ടിൽ പോയിട്ട് അടി പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് കളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കളിക്കാം. കാര്യം ബെസ്റ്റ് മാറുന്നുണ്ടല്ലോ. പരിപാടി എനിക്ക് കുറച്ചുകൂടി സൗകര്യമായി അങ്ങനെ ഒരു സാധനം നീ കണ്ടോണ്ട്. എന്തായാലും എനിക്കതൊന്ന് കാണാനല്ലോ. അത് അയച്ചു തരാൻ പറ്റുമോ? ഇല്ല, നീ നാളെ നേരിട്ട് കണ്ടാ മതി. അല്ല, അത് ചിലപ്പോ അയച്ചാൽ വരൂലായിരിക്കും. കൊറേ നേരം ഉണ്ടാ? കുറച്ച് സമയമുണ്ട്. ഇന്ന് ഞാൻ വിളിച്ചത് നിനക്കപ്പോഴേക്ക് തിരക്ക്. അല്ല, ഇപ്പൊ എന്തായാലും ഒരു കാര്യം അത് കളയല്ലേ. അപ്പൊ നിന്റെ ഫോണിലേക്ക് നീ മാറ്റി വെക്കേ, കളയല്ലേ. കളയൊന്നുമില്ല. നിന്റെ അയാൾക്ക് സംശയമൊന്നും വരണ്ട. അറിയണേ എവിടുന്നാണ് കളി നടത്തുന്നത് മാത്രമേ നല്ലത് അല്ലേ? അത് കണ്ട ഇത് ഞാനേ ഫോൺ വെച്ചിട്ട് ഒരു പുറത്തെടി പോയതാ, ചാർജറിലേനു. അപ്പൊ ഞാനിത് എടുത്ത് നോക്കിയതാ. അപ്പൊ കണ്ടതല്ലേ, ആ തിരക്കിന് ഞാൻ ആ സ്ഥലം എങ്ങനെയാണെന്ന് ഞാൻ ഇക്കാന്റെ കൈകൊണ്ട് ഞാനങ്ങ് നോക്കി. മുഖങ്ങൾ നോക്കായിരുന്നില്ലേ? ആ മുഖയല്ല ഞാൻ നോക്കിയത്. ഫുള്ള് ഒന്നും ഇല്ലാണ്ടുള്ള കളിയാ? കോർട്ടെല്ലാം ഫ്രീയാ? എനിക്ക് ക്ഷീണമായി കണ്ടിട്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അല്ല, ഞാൻ പറയാം എനിക്ക് ക്ഷീണമായി അത് കണ്ടിട്ട്. സന്തോഷായി. പിന്നെ നാളെ ഉറപ്പായിട്ടും എന്റെ എല്ലാ സങ്കടവും ഞാൻ തീർത്തരാം കേട്ടാ. ശരി, പണി നടക്കട്ടെ.